സഹോദരിമാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ നിലക്കും മാതൃകയാകേണ്ടവനാണ്. സമൂഹത്തിൽ ഒരു മുസ്ലിമിനേക്കാൾ ഉന്നതനായ ഒരാളും യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അത്രയേറെ ഉത്കൃഷ്ടനാകണം എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. തൻ്റെ പെരുമാറ്റവും തൻ്റെ സ്വഭാവവും ഇടപെടലുകളുമെല്ലാം ആളുകളെ അവനിലേക്ക് അടുപ്പിക്കുന്നതും ഇസ്ലാമിനെ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാനും അതിലേക്ക് ആളുകളുടെ ഇഷ്ടമുണ്ടാക്കാനും കഴിയുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഇടപെടലുകളും സ്വഭാവവുമെല്ലാം. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും പല ആളുകൾക്കും അവരുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവവും ഒരു നിലക്കും മാറ്റാൻ സാധ്യമാകാറില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എത്രയൊക്കെ ആദർശം കിട്ടിയാലും നമസ്കാരമൊക്കെ കൃത്യമായി കഴിഞ്ഞാലും ആളുകളോട് അവരുടെ പെരുമാറ്റ രീതിയെക്കുറിച്ച് പറയുമ്പോൾ അതെനിക്ക് മാറ്റാൻ കഴിയില്ല, അതെങ്ങനെയും എനിക്ക് മാറാൻ കഴിയില്ല എന്ന ഒരു സംസാരമാണ് പല ആളുകളുടെയും അടുത്തുനിന്ന് ഉണ്ടാകാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ ചിന്തയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ നന്നാകണമെന്ന ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, മാറ്റണമെന്ന് അവൻ സ്വമേധയാ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന് മാറ്റാൻ കഴിയാത്ത, തിരുത്താൻ കഴിയാത്ത ഒന്നുമില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആബാലചൂടം പ്രവാചകനെ മാതൃകയാക്കേണ്ടവനാണ്. താൻ എങ്ങനെയാണ് ഇപ്പോഴെങ്ങനെയാണ് എന്നതല്ല, തനിക്ക് എങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആയിത്തീരാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുമാണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഉന്നതന്മാരായത്. നമുക്കറിയാമല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്ന സമൂഹത്തിൽ പ്രവാചകൻ നേരിട്ടിരുന്ന സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സ്വഭാവപരമായി പെരുമാറ്റത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു അവർ. അൽ ജാഹിലിയ എന്നാണ് അവരെക്കുറിച്ച് അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് അൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ? അജ്ഞാന കാലഘട്ടം, വിവരമില്ലാത്ത സമൂഹത്തിന്റെ കാലം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അവർ വിവരമില്ലാത്തവരായിരുന്നു? ഒരിക്കലുമല്ല. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പല നിലക്കും പലതിലും അറിവും വിജ്ഞാനവും ഉള്ളവരായിരുന്നു അവർ. ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴും അറബി സാഹിത്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സാഹിത്യ തമ്പ്രാക്കന്മാർ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചവരായിരുന്നു. അന്ന് ജാഹിലിയത്തിൽ വിരചിതമായ അവർ പാടിയിരുന്ന കവിതകളാണ് ഇന്നും കവിതകളുടെ അടിസ്ഥാനമായി കൊണ്ട് അറബി സാഹിത്യം പരിഗണിക്കുന്നത്. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ പ്രാസമൊക്കാത്ത ഒരു കവിത പിന്നീട് ആരെങ്കിലും രചിച്ചാൽ അതൊരു കവിതയായി പോലും പരിഗണിക്കില്ല എന്നാണ്. അത്രയേറെ കവിതകൾ, അതേപോലെ പ്രസംഗം, അതേപോലെ തന്നെ മറ്റെല്ലാം ഉന്നതിയിൽ നിന്ന സമൂഹമായിരുന്നു അവർ. ജ്യോതിശാസ്ത്ര വിഷയത്തിൽ അങ്ങേയറ്റം അഗ്രേസരന്മാരായ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒട്ടകത്തെക്കുറിച്ച്, കുതിരകളെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം വലിയ വിജ്ഞാനം അവർക്കുണ്ടായിരുന്നു. മറ്റുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ മാത്രമുള്ള വിജ്ഞാന ശാഖകൾ അവരുടെ കൈ പക്കലുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അൽ ജാഹിലിയ എന്ന് വിളിച്ചത്? അത് അവരുടെ ധാർമ്മികതയുടെ പ്രശ്നമായിരുന്നു. അവർക്ക് നന്നായി പെരുമാറാൻ അറിയില്ലായിരുന്നു. അവരുടെ സ്വഭാവം നല്ലതല്ലായിരുന്നു. ആളുകളെ ഏത് രൂപത്തിൽ പരിഗണിക്കണമെന്നും ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നും അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ അൽ ജാഹിലിയ എന്ന് വിളിച്ചത്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് നിയുക്തനായി കഴിഞ്ഞ ശേഷം പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ പഠിപ്പിച്ചത് കുന്തും ഖൈറ ഉമ്മ എന്നാണ്. നിങ്ങളാണ് ഏറ്റവും ഉന്നതമായ സമൂഹം. അവരെക്കാൾ ഉത്തമമായ ഒരു സമൂഹം പിന്നീട് ലോകത്തുണ്ടായിട്ടില്ല, ലോകാവസാനം വരെ ഉണ്ടാവുകയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഒരു സമൂഹമാണത്. ഫഇന്നഹും അബർറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല പുണ്യവാന്മാരായ ആളുകളാണ്. വഅഖല്ലുഹാ തകല്ലുഫൻ. അവർക്ക് കാട്ടിക്കൂട്ടലുകളില്ല, എല്ലാം സത്യസന്ധമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. വഅഅമഖുഹാ ഇൽമൻ. ഏറ്റവും അധികം ഇൽമുള്ള ആളുകളായിരുന്നു ആ ആളുകൾ. ഇഖ്താറഹുല്ലാഹു സുബ്ഹാനഹു വ തആല ലിസുഹ്ബത്തി നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത വിഭാഗമായിരുന്നു അവർ. അള്ളാഹു സെലക്ട് ചെയ്ത ആളുകൾ. അവരെക്കാൾ ഉന്നതന്മാരെ പിന്നീട് ലോകത്താരുമില്ല. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിത്തീർന്നു.
എന്തുകൊണ്ടുണ്ടായി? എങ്ങനെ അവർ ഉണ്ടായി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റങ്ങളിലൂടെ, പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ അവരെ മാറ്റിയെടുത്തു. ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ആളുകൾ അവർ ഏറ്റവും ഉന്നതനമായ സ്വഭാവത്തിന് ഉടമകളായി തീർന്നു. അവരുടെ അധ്യാപനങ്ങളെക്കാൾ അപ്പുറത്ത് അവരുടെ പെരുമാറ്റങ്ങൾക്ക് ഉണ്ടായിരുന്നു ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമൂഹത്തെ പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിച്ചത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, റസൂലേ താങ്കൾ ഏറ്റവും മഹനീയമായ സ്വഭാവത്തിലുടമയാണ്. ആ പ്രവാചകന്റെ സ്വഭാവം കണ്ട ആളുകൾ ഇസ്ലാമിലേക്ക് അടുത്തത്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്, റസൂലേ താങ്കൾ കഠിനഹൃദയനായിരുന്നെങ്കിൽ, പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ ആളുകളെ താങ്കളിലേക്ക് അടുക്കില്ലായിരുന്നു. ആളുകളെ അടുപ്പിക്കുന്ന സ്വഭാവമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ പ്രവാചകനെ കണ്ട് മനസ്സിലാക്കിയിട്ട് പ്രവാചകന് സഹാബികളുടെ സ്വഭാവങ്ങൾ മാറി. മദ്യത്തിൽ മുഴുകിയിരുന്നവർ, മദിരാക്ഷിയിൽ മുങ്ങി കുളിച്ചിരുന്നവർ, പെണ്ണില്ലാതെ ഒരു ദിവസം പോലും നീക്കാൻ കഴിയാതിരുന്നവർ, തൊട്ടതിനും പിടിച്ചതിനും വാളെടുത്ത് യുദ്ധം ചെയ്തിരുന്ന ആളുകൾ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയുടെയും മഹനീയമായ സ്വഭാവ ഗുണങ്ങളുടെയും ഉടമകളായി അവർ മാറിത്തീർന്നു. എങ്ങനെ മാറിത്തീർന്നു? അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളായിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ആ അധ്യാപനങ്ങൾ ഏറ്റെടുക്കേണ്ട നമ്മൾ, എനിക്കതിന് സാധ്യമാകില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ഒരു മുസ്ലിം ആകുന്നത്? എന്താണ് മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം? മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ, കീഴ്പ്പെട്ടവൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് പരിപൂർണമായും വഴിപ്പെട്ട കീഴൊതുങ്ങിയവനെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. ആ മുസ്ലിം ആകാൻ കഴിയേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നുവെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, അവമാ തഖറഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതാറില്ലേ മനുഷ്യ? നീ ഖുർആൻ ഓതാറില്ലേ? ആ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിനുടമയാണ് എന്ന്. ആ ഉന്നതമായ സ്വഭാവത്തിനുടമയായി കൂടെ നമ്മൾ മാറുവാൻ സാധിക്കേണ്ടത്. സഹോദരന്മാരെ, അതുകൊണ്ട് പ്രവാചകന്റെ സ്വഭാവത്തെ പെരുമാറ്റം നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ ഓരോ തുറകളിലുമുള്ള ആളുകളുടെ പ്രവാചകന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാക്കി ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് മാതൃകയാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉന്നതനായി മാറും, ഉറപ്പാണ്. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട്, ജനങ്ങളോട് പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, മറ്റൊരു ഹദീസിൽ ഖിയാറുക്കും ലിഅഹ്ലിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതൻ എന്ന് പറഞ്ഞാൽ, ഉത്തമൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇണകളോട്, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. അവനാണ് ഏറ്റവും നല്ലവൻ. അവിടെ നന്നായി കഴിഞ്ഞാൽ എല്ലായിടത്തും നന്നാകും. ചില ആളുകളൊക്കെ പുറത്ത് വളരെ നല്ല മനുഷ്യനായിരിക്കും, മാന്യനായിരിക്കും, ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനായിരിക്കും. പക്ഷേ അവന്റെ ഭാര്യയ്ക്ക് അവനെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവില്ല. ഭാര്യയോട് തൊട്ടതിനും പിടിച്ചതിനും ചൂടാകുന്ന, അതിനെ അനാവശ്യമായിട്ട് അവൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആളുകൾക്ക് മുമ്പിൽ, കുടുംബത്തിന് മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി ഭാര്യയെ കൊച്ചാക്കുന്ന അവസ്ഥകളൊക്കെ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒന്നാമത്തെ വ്യക്തിയെ പഠിപ്പിക്കുന്നത് അവന്റെ ഭാര്യയാണ്, ഇണയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. പ്രവാചകന് ഒരു ഭാര്യയായിരുന്നില്ല, 2 ഭാര്യയായിരുന്നില്ല, പ്രവാചകന് 10ഓളം ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ലോകത്തൊരാളോട് മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇണകൾക്ക് അങ്ങനെ സാധ്യമാകുമോ? അവർ മാത്രം കൂടുന്ന കല്യാണ വേളകളിൽ അവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ എൻ്റെ ഭർത്താവിന് ഒരു പ്രശ്നമില്ല, മൂപ്പരാൾ ഓക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ 100% ഓക്കെയാണ് എന്ന് പറയാൻ നമ്മുടെ ഇണകൾക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ തിരുത്തേണ്ടത് എവിടെയാണോ അവിടെ തിരുത്താൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഇടപെടലുകൾ, ചില ആംഗ്യങ്ങൾ പോലും അവർക്ക് ആശയം വ്യക്തമായിരുന്നു. അവസാന കാലഘട്ടത്തിൽ വഫാത്തിനടുക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നാളെ എവിടെയാണ് അന ഗദൻ എന്ന് ചോദിക്കുകയുണ്ടായി. റസൂലിന്റെ ഭാര്യമാർക്ക് മനസ്സിലായി പ്രവാചകന്റെ ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്, അത് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് എന്നാണ്. എല്ലാവരും സമ്മതിച്ചു കൊടുത്തു. റസൂൽ അങ്ങോട്ടേക്ക് പോയിക്കോന്ന് പറഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി പ്രവാചകന് വഫാത്തിനോട് അടുക്കുന്ന സന്ദർഭത്തിൽ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുന്ന സന്ദർഭത്തിൽ അവരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ കയറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയത് കണ്ടപ്പോൾ തന്നെ ആയിഷ ബീവിക്ക് മനസ്സിലായി, എപ്പോഴും കയ്യിൽ അറാക്ക് കൊണ്ട് നടക്കാറുണ്ടായിരുന്ന, ദന്തശുദ്ധീകരണം ചെയ്യാറുണ്ടായിരുന്ന അബ്ദുറഹ്മാന്റെ കീശയിലുള്ള കയ്യിലുള്ള അറാക്കാണ് പ്രവാചകൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പല്ലു തേക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പ്രവാചകന്റെ നോട്ടത്തിൽ നിന്ന് തന്നെ പ്രവാചകന്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്നൊക്കെ ചില ആളുകൾ കാര്യം തുറന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടുണ്ടാകുന്നു? അവർ മനസ്സ് പരസ്പരം അടുക്കാത്തത് കൊണ്ടാണ്. മനസ്സുകൊണ്ട് പരസ്പരം അടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടാവുകയില്ല. ചില കാര്യങ്ങൾ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവർക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത് സാധ്യമാകുന്നില്ല എങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വഭാവപരമായി വ്യക്തിപരമായി അവർ അടുത്തിട്ടില്ല, നന്നായിട്ടില്ല, അവിടെ ശരിയായിട്ടില്ല എന്ന അർത്ഥം. റസൂലിനെ മാതൃകയാക്കാൻ സഹോദരിമാരെ നമ്മൾക്ക് സാധ്യമാകണം. ഭാര്യമാർക്ക് എല്ലാ നിലക്കുള്ള പരിഗണന കൊടുക്കുന്നു. അവർക്ക് സന്തോഷമുണ്ടാകുന്ന എല്ലാ കാര്യം, അവരുടെ വയസ്സിനെയും അവരുടെ കുടുംബത്തെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് പ്രവാചകൻ ഇടപെട്ടിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പ്രവാചകനേക്കാൾ വളരെ പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. വളരെ പ്രായം കുറഞ്ഞ വ്യക്തി. മദീന പള്ളിയിൽ മൽപ്പിടുത്തം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ റസൂലുടെ ആവശ്യം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനിഞ്ഞെടുത്തു. പ്രവാചകന്റെ തോളത്തെ കയറിയിരുന്നിട്ട് ആയിഷ ബീവി മൽപ്പിടുത്തം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുമായി ഓട്ട മത്സരം നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ നിന്നുകൊടുത്തു. ഓട്ട മത്സരം നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റു. ആയിഷ ബീവി ജയിച്ചു. ആയിഷ ബീവി ചെറിയ കുട്ടിയായിരുന്നു. വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. റസൂൽ വലിയ സന്തോഷമായി. പിന്നെ കുറേ കാലം കഴിഞ്ഞ ശേഷം പ്രവാചകൻ ഓർത്ത് വെച്ചിട്ട് ആയിഷ ബീവിയുടെ മറ്റൊരു യാത്രയിൽ പറഞ്ഞു, ആയിഷ നമുക്ക് ഇപ്പോൾ ഒന്ന് പന്തയം നടത്തിയാലോ എന്ന്. ആയിഷ ബീവി തയ്യാറായി. പക്ഷെ ആയിഷ ബീവി കുറച്ച് തടിച്ച് ഉഷാറായ പ്രായമായിരുന്നു. പ്രവാചകൻ ഓട്ട മത്സരത്തിൽ ആയിഷ ബീവിയെ തോൽപ്പിച്ചു എന്ന് റസൂൽ പറഞ്ഞു. ഇത് അന്നത്തതിന് പകരമാണ്. ഭാര്യയുടെ ഓട്ട മത്സരം നടത്തിയിട്ട് അത് സന്തോഷിപ്പിക്കുമെന്നറിഞ്ഞപ്പോൾ അത് അങ്ങനെയാണ് പകരം വീട്ടുന്നത്. അതല്ലാതെ നിനക്ക് ഞാൻ കാണിച്ചു തരാം, നീ അന്ന് അങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പകരം വീട്ടുന്ന സ്വഭാവമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഇണകളോട് ഏറ്റവും നന്നാകാൻ കഴിയണം. രണ്ടാമതായി നമ്മുടെ മക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മക്കളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? മക്കളോട് വെറുതെ ചൂടാകുന്ന, അനാവശ്യമായി അവരെ വഴക്ക് പറയുന്ന, അവർക്ക് ഏറ്റവും വെറുപ്പുള്ള ആളായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചില മക്കൾക്കൊക്കെ ഉപ്പ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ബേജാറാണ്. ഉപ്പ വരുന്നതിന് മുമ്പ് ഒരു ഉറങ്ങാം. ഉപ്പ എന്തെങ്കിലും പിന്നെ ഉമ്മാനെ ബേജാറാണ്, പേടിയാണ്. എന്തുകൊണ്ടാണ്? അവരുടെ പെരുമാറ്റം, ഇടപെടൽ അങ്ങനെയാണ്. അതായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം റസൂലിനെയായിരുന്നു. നിങ്ങൾ നോക്കൂ, ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്ന സന്ദർഭത്തിൽ, അടുത്ത സന്ദർഭത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചു. ഒരു സ്വകാര്യം പറഞ്ഞു. പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹ നേരത്തെ കരഞ്ഞതിനേക്കാൾ ശക്തമായി കരയാൻ തുടങ്ങി. രണ്ടാമതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വിളിച്ചു. മറ്റൊരു സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്തെ കരച്ചിൽ മാറി. അവരുടെ മുഖം തന്നെ മാറി. അവരുടെ അവസ്ഥകൾ മാറി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വർഷങ്ങൾക്കിപ്പുറത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകൻ പറഞ്ഞ രണ്ട് സ്വകാര്യമെന്ന്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ആദ്യം എൻ്റെ റസൂൽ എൻ്റെ ഉപ്പ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ പറഞ്ഞത്, ഫാത്തിമ എൻ്റെ അജലെടുത്തിട്ടുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ് ഫാത്തിമ എന്നാണ് പറഞ്ഞിരുന്നത്. എൻ്റെ ഉപ്പയുടെ വേർപാട് എനിക്ക് സഹിക്കാവുന്നതിനേയും അപ്പുറത്താണ്. അതാണ് എൻ്റെ കരച്ചിലിനെ കൂട്ടിയത്. പിന്നീട് എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, ഫാത്തിമ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് എന്നോട് ചേരുന്നത് ഫാത്തിമ നീയായിരിക്കുമെന്ന് പറഞ്ഞു. മരിച്ചു കഴിഞ്ഞ് എൻ്റെ ഉപ്പയുടെ കൂടെ എനിക്ക് ചേരാൻ കഴിയുമല്ലോ എന്നതാണ് എന്നെ സന്തോഷിപ്പിച്ച വിഷയമെന്ന് മകൾ പറയുകയാണ്. സഹോദരിമാരെ ആലോചിച്ച് നോക്കൂ. ഉപ്പയോട് ഏറ്റവും സ്നേഹമുണ്ടാകുന്നു. കാരണം എന്താണ്? പ്രവാചകന്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. അവർക്ക് പ്രായം തടസ്സമായിരുന്നില്ല. ചില മാതാപിതാക്കളൊക്കെ ചെറുപ്പത്തിൽ മക്കളെ ഉപദേശിക്കും, ഗുണദേശിക്കും, അവരെ ചേർത്ത് പിടിക്കും, അവർക്ക് മുത്തം കൊടുക്കും. പക്ഷേ അവരൊന്ന് വലുതായി കഴിഞ്ഞാൽ, അവർ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കുന്നില്ല. അവർക്ക് മുത്തം കൊടുക്കാൻ എന്തോ മടിയാണ്, ഒരു അകൽച്ച. മക്കൾക്ക് പ്രായമുണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളുടെ അകൽച്ച ഉണ്ടാവുകയാണ്. ആ അകൽച്ച അവരുടെ സ്വഭാവത്തെ പ്രതിഫലിക്കും. അവരെ നകരാൻ കാരണമാകും. അവർ മറ്റുള്ളവരുമായി ഇഷ്ടമുണ്ടാകാൻ കാരണമാകും. ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ മക്കൾ തമ്മിൽ ഏറ്റവും നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളുടെ കല്യാണത്തിന് ശേഷം
ഭർത്താവിനെയും തൻ്റെ മകളുടെ ഭർത്താവിനെയും മകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് കയറിയിട്ട് അവരുടെ നടുവിലിരുന്ന് കൊണ്ട് ഉപദേശം കൊടുക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾക്ക് ആലോചിക്കാൻ കഴിയും? സ്വന്തം മകളുടെ ഭർത്താവിനെ ഓരോന്നാണ് വിളിക്കുക തന്നെ. ഭയങ്കര ബഹുമാനമാണ് ഉപ്പാക്കും ഉമ്മാക്ക് ഉണ്ടാകുക. ഓരോട് ചില കാര്യങ്ങൾ പറയാൻ തന്നെ മടിയാണ്. പള്ളിയിലേക്ക് സുബഹിന് ഉപ്പ പോകും, മകളുടെ ഭർത്താവ് വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടാകും. അവരെ വിളിച്ചുണർത്താൻ അവർക്ക് സാധ്യമാകുന്നില്ല, വിളിച്ചുണർത്താൻ സാധ്യമാകുന്നില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മ പറയും ഡോറ് മെല്ലടക്കണം, മൂപ്പര് കിടന്നുറങ്ങുന്നുണ്ട്. എണീക്ക്. അങ്ങനെയാണ് സ്നേഹം പഠിപ്പിക്കുന്നത്. ദീനിന്റെ വിഷയത്തിലല്ല, സ്നേഹം പ്രകടമാക്കുന്ന മറ്റെന്തൊക്കെയോ തരച്ചിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തനിക്കൊരു ഭൃത്യനെ വേണമെന്ന് അലി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോൾ അത് സാധ്യമാകാതെ വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പരാതി പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടുപേരെയും വിളിച്ചിരുന്ന് ഇരുന്നു കൊണ്ട് പ്രവാചകൻ അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഉപദേശം കൊടുക്കുന്നു. മരുമകനെയും മകളെയും വിളിച്ചിരുത്തി ഉപദേശം കൊടുക്കുന്നു. ഇതിനേക്കാൾ നല്ലത് ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലുന്നതാണ് എന്ന് പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ സ്നേഹത്തോടുകൂടിയുള്ള ഇടപെടലുകൾ, സംസാരം പിന്നെ അവരുടെ ജീവിതം വലിയ മാറ്റം ഉണ്ടാക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, പിന്നീട് എൻ്റെ ജീവിതത്തിലും ഇന്നേ വരെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന്. സിഫീൻ യുദ്ധത്തിന്റെ അന്ന് രാത്രി പോലും, യുദ്ധമുഖത്തിരിക്കുമ്പോൾ പോലും കുറഞ്ഞ സമയം മാത്രം ഉറങ്ങി ആ സന്ദർഭത്തിൽ പോലും തൻ്റെ അമ്മോശൻ തന്ന ഉപദേശം അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം എന്താ? അത്രയും സ്നേഹം അവർക്കുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് മക്കളോട് ഏറ്റവും നന്നായി പെരുമാറാൻ നമ്മൾ കഴിയണം. നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് വേണം അവർക്ക് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകാൻ. നമ്മളെപ്പോഴും മൊബൈലിൽ പലതരത്തിലുള്ള വീഡിയോകളാണ് കാണുക, മ്യൂസിക്കുള്ള പാട്ടാണ് കേൾക്കുക, റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മക്കൾ എങ്ങനെയാണ് സഹോദരന്മാരെ അവർ നന്നാവുക? ഒരു ദിവസത്തിൽ ഒരു പേജ് പോലും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു രീതി, ഒരു സ്വഭാവം നമുക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മക്കൾ ഖുർആനുമായി എടുക്കുക? അള്ളാഹുവിന്റെ ദീനെ പഠിപ്പിക്കുന്ന സദസ്സുകൾ അടുത്തുണ്ടായിട്ട് ആ ഖുർആൻ ക്ലാസ്സുകളിലേക്ക്, ദീനി സദസ്സിലേക്ക് ഒന്ന് പോയി ഇരിക്കാൻ പോലുമുള്ള മനസ്സ് മാതാപിതാക്കൾക്കില്ല എങ്കിൽ എങ്ങനെയാണ് മക്കൾ മദ്രസയിലും മതപഠനശാലകളിലും ഉന്നതിയിലേക്ക് കടന്നു വരിക? ഉപ്പയെയും ഉമ്മയെയും കണ്ടാണ് അവർ പരിശീലിക്കുന്നത്. അതുകൊണ്ട് മക്കളോട് ഏറ്റവും നന്നായി പെരുമാറുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളോടുള്ള കൊച്ചുകുട്ടികളോട് പെരുമാറ്റം നിങ്ങൾ നോക്കൂ. അവരുടെ കൂട്ടത്തിൽ പേരക്കുട്ടികളോട് പ്രവാചകൻ കൊച്ചുകുട്ടികളെ പോലെയാകുമായിരുന്നുവെന്നാണ്. വിശ്വാസം ഒരിക്കലും ഉള്ളെടുക്കുന്ന സമയത്ത് ഒരു കുട്ടി മുമ്പിലൂടെ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളെടുക്കുന്ന സമയത്ത് പിന്നെ വെള്ളം വായിലാക്കിയിട്ട് ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാറ്റി തുപ്പിയെന്നാണ്. ആ കുട്ടിയെ കണ്ട് ഭയങ്കര സന്തോഷമായി കൈമുട്ടിയെന്നാണ്. അവനെ സന്തോഷിപ്പിക്കാൻ എങ്ങനെ? അങ്ങനെ ഒരു അബൂ ഉമൈർ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി, അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്ന കൊച്ചുകുരുവിയെ കാണാതിരുന്നപ്പോൾ പ്രവാചകൻ ശ്രദ്ധിച്ചു ആ കുട്ടിയുടെ ഇടപെടലുകൾ. എന്നാൽ പ്രവാചകൻ ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുമൈർ, നിന്റെ കൊച്ചു കുരുവി എവിടെ മോനെ? അവനെ ചേർത്ത് പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു. കുട്ടികൾക്കറിയാം ഉപ്പാപ്പ നമ്മളെ ചീത്ത പറയൂല, നല്ല കാര്യത്തിൽ പിന്നെ കൂടെ നിൽത്തുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ആളുകൾക്ക് ഇമാമായി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ റസൂലിന്റെ തോളത്ത് കയറിയിരിക്കുന്നത്. ഒരിക്കറിയാം ഉപ്പാപ്പ അടിക്കൂല, ചീത്ത പറയൂല. നമ്മളങ്ങനെ ആലോചിക്കി, നിസ്കരിക്കുമ്പോൾ ഒരു കുട്ടി നമ്മളെ തോളത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഞാൻ പിടിച്ച് വലിച്ച് 4 അടിയും കൊടുക്കും, എന്നിട്ടേ വർത്താനം പറയുള്ളൂ. കുട്ടികൾക്കറിയാം അങ്ങനെ ചീത്ത പറയുകയില്ല എന്നവർക്ക് അവരുടെ പ്രായത്തെ പ്രവാചകനെ പരിഗണിച്ചിരുന്നു. ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോൾ അവൻ നടക്കുന്നു വീഴുന്നു. പ്രവാചകൻ മിമ്പർ ഇറങ്ങിപ്പോയിട്ട് കുട്ടിയെടുത്ത് വീണ്ടും മിമ്പർ കയറിയിട്ട് പിന്നെ ഖുതുബ നടത്തിയതാണ്. അത്രയേറെ പ്രവാചകനെ പരിഗണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരിഗണനയാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും ഉന്നതന്മാരായ യുവാക്കളായിക്കൊണ്ട് വളർത്തി മാറ്റിയെടുത്തത്. നമ്മുടെ പെരുമാറ്റം സുഹൃത്തുക്കളെ ആളുകൾ വലിയ സ്വാധീനം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കാൻ കഴിയണം. പ്രവാചകൻ അനുചരന്മാരോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമുസ്ലിങ്ങളോട്, പ്രവാചകന്റെ ആറാബികളോട് തുടങ്ങി ഓരോരുത്തരോടുമുള്ള പെരുമാറ്റം നമ്മൾ കൃത്യമായി പഠിക്കേണ്ട വിഷയമാണ്. അനുചരന്മാരെ ഏറ്റവും സ്നേഹമായിരുന്നു പ്രവാചകൻ. ആരെയും പ്രവാചകൻ അകറ്റി നിർത്തിയിട്ടില്ല. ഇഷ്ടമുള്ള ആളുകളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇഷ്ടം പറഞ്ഞിരുന്നു. ഇന്നി ഉഹിബ്ബുക ഫില്ലാ എന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞിരുന്നു. അവരുടെ പെരുമാറ്റങ്ങൾ പ്രവാചകന് മനസ്സിലായിരുന്നു. അവർക്ക് വേണ്ട രൂപത്തിൽ ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. അതാണ് പ്രവാചകൻ ആളുകളിലേക്ക് അടുപ്പിച്ചത്. സഹാബികൾക്ക് പ്രവാചകൻ അടുക്കലേക്ക് അവരൊരു മടിയും ഉണ്ടായിരുന്നില്ല. അവർ നേരെ കയറി വന്ന് റസൂലിന്റെ അടുക്കൽ റസൂലിനോട് ചേർന്നിരിക്കും. അവർ
പ്രവാചകനെ ഷെയ്ഖാൻ്റെ കൊടുത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല, അവരാണ് ആദ്യം കൈവലിക്കുക. റസൂൽ കൈവലിക്കൂല, അത്ര അവരെ ചേർത്ത് പിടിച്ചിരുന്ന പ്രവാചകൻ. അത് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അമുസ്ലിങ്ങളായ ആളുകൾ പ്രവാചകനെ ശത്രുക്കളോട് പോലും പ്രവാചക പെരുമാറ്റം എങ്ങനെയായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ജൂതനായ മനുഷ്യൻ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പ്രവാചകനോട്. എന്താണ് അർത്ഥം? റസൂലേ, താങ്കൾക്ക് ശാപം ഉണ്ടാകട്ടെ എന്നാണ്. ആയിഷ ബീവി ചെറുപ്പക്കാരിയാണ്, ചോരത്തളപ്പ് കാരണം പ്രവാചകനെ ചീത്ത പറഞ്ഞത് കണ്ടപ്പോൾ അലൈക്കുമുസ്സലാമു വല്ലഅന എന്ന് തിരിച്ചു പറഞ്ഞു, എല്ലാ ശാപവും നിനക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ കൈ പിടിച്ചു പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, എന്തിനാണ് ആയിഷ ഇങ്ങനെ ചൂടാണ്? ഒന്നും പതുക്കെ മയപ്പെടുത്ത്. ആയിഷ ചോദിച്ചു, റസൂലെ, നിങ്ങളെ ചീത്ത പറയണം, നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വഅലൈക്കും എന്ന് പറഞ്ഞില്ല, അത്ര പറഞ്ഞാൽ മതി, അതിന്റെ അപ്പുറച്ച് പറയണ്ട. ആളുകൾ ഇങ്ങോട്ട് എതിർത്താൽ അതിന് ഡബിൾ സ്ട്രോങ്ങിൽ എതിർക്കാനല്ല, അവരിലേക്ക് അടുപ്പം ഉണ്ടാകണം. സുമാമ ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു യമാമയുടെ അധിപനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ച സംഘം യമാമയുമായി ഏറ്റുമുട്ടി യമാമയെ കീഴ്പ്പെടുത്തി യമാമയുടെ ഭരണാധികാരി സുമാമയെ അവർ പിടിച്ചുകൊണ്ടുവന്ന് പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ കെട്ടിയിട്ടതാണ് കണ്ടത്. റസൂൽ കെട്ടയച്ചോടാൻ പറഞ്ഞു. ഒരു നാടിന്റെ ഭരണാധികാരി ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല. റസൂൽ സ്വന്തം കൈകൊണ്ട് പാല് കറന്ന് അദ്ദേഹത്തിന് കുടിക്കാനും കൊടുത്തു. അദ്ദേഹത്തെ പുറത്തു പോകാൻ സമ്മതിക്കണം, ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. 3 ദിവസമാണ് ആ മനുഷ്യൻ പള്ളിയിൽ, റസൂലിന്റെ പള്ളിയിൽ, അമുസ്ലിമായ മനുഷ്യൻ റസൂലിന്റെ പള്ളിയിൽ താമസിച്ചത്. 3 ദിവസം അള്ളാഹുവിന്റെ പ്രവാചകന്റെയും റസൂലിന്റെ സഹാബികളുടെയും പെരുമാറ്റങ്ങൾ, ഇടപെടലുകൾ ആ മനുഷ്യന് സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. 3-ാമത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിന്റെ അവസ്ഥ? സുഖമാണ് എങ്കിൽ പോയിക്കൊള്ളുക, നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്തുപോയി വുളൂ ചെയ്തു, കുളിച്ച് വുളൂ ചെയ്ത് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുകയാണ്, അദ്ദേഹത്തിന്റെ അവസ്ഥ മാറുകയാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞ വർത്തമാനമുണ്ട്. റസൂലേ, പ്രവാചക, എന്നെ സംബന്ധിച്ചിടത്തോളം റസൂലേ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള മുഖം പ്രവാചക, അത് താങ്കളുടെ മുഖമായിരുന്നു. ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി ഇലല്ലാഹ്. എന്നാൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അത് താങ്കളുടെ മുഖമാണ്. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദീനി എന്ന് പറഞ്ഞാൽ അത് താങ്കളുടെ ദീനായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ദീൻ റസൂലേ താങ്കളുടെ ദീനാണ്. വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗദ ഇലയ്യ മിൻ ബലദിക്. റസൂലേ, താങ്കളുടെ ഈ മദീനയേക്കാൾ എനിക്ക് വെറുപ്പുള്ള ഒരു നാടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ നാടാണ്. 3 ദിവസം പ്രവാചകന്റെയും സഹാബികളുടെയും പെരുമാറ്റം കൊണ്ട് ഇസ്ലാമിലേക്ക് അടുക്കുന്നു, ഷഹാദത്ത് ചൊല്ലുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ എത്ര കാലമായി ആളുകളുമായി ഇടപഴകുന്നു. നമ്മുടെ പെരുമാറ്റം കണ്ട്, നമ്മുടെ ഇടപെടലുകൾ കണ്ട് നമ്മളിലേക്ക് അടുക്കാൻ, ഈ മരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ എത്ര ആളുകൾ സന്നദ്ധമായിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒന്ന് കൃത്യമായി ഒരു പുനർവിചിന്തനം നടത്തും. നമ്മൾക്ക് സാധ്യമാകും, നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഏത് മാറ്റാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന സ്വഭാവഗുണവും ദുർഗുണവും നമ്മൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നല്ല ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേരുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ, പെരുമാറ്റങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സ്വഭാവം നന്നാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണം. ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെയും, സ്വഭാവ സംസ്കരണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളാണ് നാം സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റ മാതൃകകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും ജീവിതവും എല്ലാം നന്നാക്കാൻ കഴിയും. ഇതിന് സാധ്യമാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രവാചകന്റെ പെരുമാറ്റവും കാര്യവും പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ കാര്യമാണ് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇൽമ പഠിക്കൽ നിർബന്ധമാണ്. ഇൽമാണ് ഏറ്റവും എല്ലാത്തിന്റെയും അടിസ്ഥാനം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അൽ ഇൽമു അസ്ലു കുല്ലി ഖൈറിൻ. എല്ലാ ഖൈറിന്റെയും നന്മയുടെ അടിസ്ഥാനം എന്താണ്? അത് ഇൽമാണ്. അതേപോലെ തന്നെ വൽ ജഹ്ലു അസ്ലു കുല്ലി ഷദ്ദിൻ. എല്ലാ ഷർറിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അറിവില്ലായ്മയാണ്.
അതുകൊണ്ട് അറിവ് നമ്മൾ നേടിയെടുക്കാൻ സന്നദ്ധമായാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇസ്ലാമിന്റെ അധ്യാപകനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിക്കാനും മനസ്സിലാക്കാനും സന്നദ്ധമായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും. ഒന്നും പഠിക്കൂല, ഒന്നും കേൾക്കൂല, ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മുടെ പെരുമാറ്റമോ നമ്മുടെ സ്വഭാവമോ നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ കഴിയില്ല. റസൂല് സഹാബികൾ നന്നായത് പ്രവാചന സരസിലേക്ക് ആവർത്തിച്ച് വന്നതുകൊണ്ട് റസൂല് സരസ് അവരെല്ലാം പഠിച്ചത്. അവർക്കറിയാത്തവർ ചോദിച്ചു പഠിച്ചിരുന്നു. അറിവുള്ള പ്രവാചകന്റെ അടുക്കിലേക്ക് അവർ ചോദിച്ചു വന്ന് പഠിച്ചിരുന്നു. പ്രവാചകന്റെ വഫാത്തിന് ശേഷവും സഹാബികൾ അത് തുടർന്നിരുന്നു. കാരണം ഇൽമ പഠിച്ചാൽ വലിയ മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇൽമ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകും. നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പം നിങ്ങൾ നോക്കൂ, ഈ പള്ളിയിൽ തന്നെ ദീന് പഠിക്കാൻ, ഇവിടെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ മാത്രം 3 സംരംഭങ്ങൾ ഇവിടെയുണ്ട്. സ്ത്രീകൾക്ക് മാത്രം പഠിക്കാൻ, സുബഹിക്ക് ശേഷം, അതേപോലെ തന്നെ വൈകുന്നേര സന്ദർഭങ്ങളൊക്കെ നമുക്ക് ദീന് പഠിക്കാൻ മാത്രമുള്ള സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. കുട്ടികൾക്ക് ദീന് പഠിക്കാൻ CRE ഉണ്ട്. ചെറിയ മക്കൾക്ക് ദീന് പഠിക്കാൻ അൽഫിത്രയും അതേ മദ്രസകളുമുണ്ട്. ഇതിലൊക്കെ നമ്മുടെ കുടുംബം എവിടെയാണ് എന്ന് ചിന്തിക്കാൻ കഴിയണം. ഇത് പഠിക്കാതെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെയും ഒന്നും നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ആളുകളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെക്കുറിച്ച് ആളുകൾ കുറ്റം പറയുന്നതിന് കാരണം നമ്മൾക്ക് എലിമില്ലാത്തതായിരിക്കാം. അതുകൊണ്ട് അറിവ് നേടാനുള്ള എല്ലാ അവസ്ഥകളെയും സൗകര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്തരത്തിൽ നമ്മുടെ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത തുറകളിലുള്ള ആളുകൾക്ക് അവരുടെ സ്വഭാവ സംസ്കരണം ഉണ്ടാക്കുവാൻ വിവിധ പ്രോഗ്രാമുകൾ നടത്തി വരുന്നുണ്ട്. ആ പ്രോഗ്രാമുകളിലേക്കൊക്കെ നമ്മളെയും നമ്മുടെ കുടുംബത്തിൽ ബന്ധപ്പെട്ടവരെയും സുഹൃത്ത് പരിചയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ഒരുപാട് 29 വർഷമായി നടത്തി വരുന്ന പ്രൊഫ്കോണിന്റെ 30ാമത്തെ എഡിഷൻ ഇൻഷാ അല്ലാഹ് പാലക്കാട് വെച്ച് അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിചയിച്ചിട്ടുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ അതിലേക്ക് എത്തിക്കാൻ ഇപ്പോഴേ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം. സംഘാടകരോടൊക്കെ ചോദിച്ച്, എപ്പോഴാണെന്ന് ചോദിച്ച്, എങ്ങനെയാണ് പോകുന്നതൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ബന്ധപ്പെട്ടവർ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ. കാരണം അവർ ദീന് പഠിക്കട്ടെ, അവർ പ്രൊഫഷണൽ കോഴ്സ് പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്വഭാവം നന്നാക്കട്ടെ. എങ്കിൽ നല്ല എഞ്ചിനീയർമാർ, നല്ല ഡോക്ടർമാർ, നല്ല അക്കാഡമിക്കലി നല്ല ഉയർച്ചയോടൊപ്പം തന്നെ ധാർമ്മികമായ ബോധമുള്ള ആളുകൾ വളർന്നു വരും. അല്ല എങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തോന്നിവാസങ്ങളും ഒക്കെ ഹബ്ബുകളായി മാറുന്ന പലപ്പോഴും നല്ല വിജ്ഞാനം നേടിയ ആളുകളാണ്. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ ഇൽമ പഠിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇൽമാണ് എല്ലാ നന്മയുടെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കി ആ ഇൽമ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. എങ്കിൽ നമ്മൾക്ക് എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ, നമുക്ക് സ്വമേധയാ നന്നാകുവാൻ കഴിയും. നമ്മൾ കുടുംബത്തോടെ ദീന് പഠിക്കുന്ന സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സന്നദ്ധമാവുക. ആ നിലക്ക് നമ്മൾ പരിശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മളും നമ്മുടെ കുടുംബവും ഏറ്റവും ഉന്നതമായി മാറാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മാതൃകളാകുന്ന കുടുംബങ്ങളായി തീരുവാൻ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.